ഹായ്, വെൽക്കം ബാക്ക്. ഗോഡ്സില്ല ഇൻടു കോങ്, ദ ന്യൂ എംപയർ, പുതിയ സാമ്രാജ്യം. എജ്ജാതി പാടം, അടിയോടടി. ആക്ച്വലി ഈ മോൺസ്റ്റേഴ്സ് തമ്മിലുള്ള യുദ്ധങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കെട്ടിടം പടാണ്. സിനിമ തുടങ്ങി ആദ്യത്തെ ഒരു 20-25 മിനിറ്റ് നേരത്തോളം വലിയൊരു മൂവ്മെന്റ് ഒന്നും സിനിമയിലില്ല. നമ്മളിങ്ങനെ ആ ഒരു ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കാൻ തന്നെ ഉള്ളൂ. ഒരു ലാഗ് എന്നല്ല, ഒന്നിങ്ങനെ അങ്ങനെ ആ ഒരു ട്രാക്കിലേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതിനുശേഷം പിന്നീട് കോങ്ങിന്റെ ഹോമിലേക്കുള്ള ഒരു പോക്കുണ്ടല്ലോ, മടങ്ങിപ്പോക്ക്. അതിനുശേഷം എസ്പെഷ്യലി ആ കുട്ടി കോങ് വന്നതിനൊക്കെ ശേഷം കേടിലാണ്. അതിനപ്പുറത്തേക്ക് അങ്ങോട്ട് ഭയങ്കര ത്രില്ലായിട്ട് കാണാൻ പറ്റും. അതായത് ഫസ്റ്റ് ഹാഫ് വലിയൊരു മെച്ചമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മെച്ചമില്ല എന്ന് പറയാൻ പറ്റില്ല, ഫസ്റ്റ് ഹാഫ് ഫുൾ അടിപൊളിയാണെന്ന് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ ആ ഒരു 20 മിനിറ്റിന് ശേഷമാണ് പിന്നീട് അങ്ങോട്ട് എൻഗേജിങ് ആയിട്ട് ആ ഒരു ട്രാക്കിലേക്ക് വരുന്നത്. അതിനുശേഷം പിന്നെ പടം സെക്കൻഡ് ഹാഫ് ഒക്കെ പൊളിച്ചെടുക്കലാണ്, അടിച്ച് പൊളിക്കാണ് ശരിക്കും. എനിക്കിതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ക്യാരക്ടേഴ്സ്, ഒന്ന് മിനി കോങ് ആണ്. മിനി കോങ് എന്ന് പറഞ്ഞാൽ ചെക്കൻ വേറെ ലെവലാണ്. നല്ല വൈബുള്ള ഒരു ക്യാരക്ടറാണ് മിനി കോങ്. ആദ്യമൊക്കെ കുറച്ച് പാര വെക്കുന്ന ടൈപ്പ് സംഭവങ്ങളാണെങ്കിലും അതിന്റെ ഒരു ഇമോഷൻസും സംഭവങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ശേഷം പിന്നീട് കുറെ ഗൂസ്ബം മൊമെന്റ്സ് ഉണ്ട്. അതായത് ചെക്കൻ സ്കോർ ചെയ്യണ കുറെ സ്ഥലങ്ങളുണ്ട്, നല്ല കയ്യടി കൊടുക്കാൻ തോന്നുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള കുറെ സീൻസ് ചെക്കന് ചെയ്യാനുള്ളതുണ്ട്. അതിനുശേഷം പിന്നെ എടുത്തു പറയേണ്ടത് ഈ കോങ്, ഈ നമ്മുടെ സ്കാർക്കിങ് ഉണ്ടല്ലോ, വില്ലൻ, അവിടെ പോയിട്ടുള്ള, അത് അവന്റെ സാമ്രാജ്യത്തിൽ പോയി റോക്കി ബോയ് കാണിക്കുന്ന പോലെ കുറച്ച് മാസ് സീനുകളുണ്ട്. അതൊക്കെ ഭയങ്കര റൊമാൻസിഫിക്കേഷൻ ആയിരുന്നു. നമുക്ക് ശരിക്കും അടിപൊളി എന്നുള്ള ഒരു മാസ് ഫീൽ തരുന്ന കുറേ സീൻസ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് അവിടുന്ന് ഇങ്ങനെ കൈ കൊടുത്ത് എണീപ്പിക്കണതും, മറ്റേത് അമ്മേനോട് പറയുന്ന പോലെ, അത് റോക്കി ബോയ് അമ്മയോട് പറയുന്നുണ്ടല്ലോ, ഒരു ബെന്നിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് എങ്ങനെയായിരുന്നു, അമ്മയേക്കാൾ വലിയ ധീരാളി ആരുമില്ല എന്നൊക്കെ പറഞ്ഞ പോലത്തെ കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അത് ഇതേപോലെ എന്നെല്ലാം പറഞ്ഞത്. അപ്പൊ കിട്ടുന്ന ഒരു രോമാഞ്ചം ഉണ്ടല്ലോ, ആ ഒരു പാവപ്പെട്ട് തളർന്നു കിടക്കുന്നതിനെ കൈ ഒടിച്ചു വരുത്തുന്ന ടൈപ്പ് പരിപാടികളൊക്കെ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് ഈ പറഞ്ഞ പോലെ സ്കാർക്കിങ്, നമ്മുടെ വില്ലൻ, പുള്ളിന്റെ ഒരു എൻട്രി ഉണ്ട്. ഫുള്ള് പുക മൂടി ഇങ്ങനെ ബ്ലറായിട്ട് മഞ്ഞിൽ കിടക്കുന്നതിന്റെ ഇടയിൽ നിന്ന് പുള്ളി ഇങ്ങനെ എണീറ്റ് വന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം. എന്റെ പൊന്നമ്മച്ചി, എന്നെ ലുക്കാന്നറിയോ ആ വന്ന് നിൽക്കുന്നതിന്റെ ആ ഒരു ഭാവം. അത് കഴിഞ്ഞിട്ട് വന്ന് ഇങ്ങനെ ചെരിഞ്ഞൊരു നിന്നിട്ട് നമ്മൾ ലാലേട്ടൻ നിന്ന് നോക്കുന്ന പോലെ നോക്കിയിട്ട് കോങ്ങിനെ ഒരു പുച്ഛിച്ചുള്ള ഒരു ചിരിയൊക്കെ ഉണ്ട്. അതൊക്കെ ഫാന്റാസ്റ്റിക്. അതിനുശേഷം അവർ തമ്മിലുള്ള ഫൈറ്റും ഭയങ്കര കീട്ടിലൊന്നും ഒരു ഫൈറ്റ് ഉണ്ട്. ഫൈറ്റുകളും ഒക്കെ പൊളിയാണ്. അതായത് ഗോഡ്സില്ല ഫുൾ, അതായത് ഇറ്റലി, ബ്രസീല്, ജർമ്മനി ഒക്കെ പൊളിച്ചടക്കുകയാണ്. അവിടേക്കുള്ള ബിൽഡിംഗ് ഒക്കെ അടിച്ച് പൊളിച്ചടക്കിയിട്ടാണ് ഇവരുടെ യുദ്ധങ്ങൾ നടക്കുന്നത്. മോൺസ്റ്റേഴ്സ് തമ്മിലുള്ള യുദ്ധങ്ങളെല്ലാം അടിപൊളിയാണ്. യുദ്ധം തന്നെ ഞാൻ പറയുന്നത് കേട്ടോ, ഫൈറ്റ് ശരിക്കും യുദ്ധം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അമ്മാതിരി പരിപാടിയാണ്. അതൊക്കെ വേറെ ലെവലിൽ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്കാർക്കിങ്ങിന്റെ അടുത്തുള്ള മോൺസ്റ്റർ ഉണ്ടല്ലോ, ഒരു ഗോഡ്സില്ല, ഐസ്, അതിന്റെ കുറച്ച് സംഭവങ്ങൾ, അതുമായിട്ട് വരുന്നൊരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് ഒക്കെ വേറെ ലെവൽ ഫൈറ്റ് ആണ്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഈ ക്യാരക്ടേഴ്സ് ആണ് മോൺസ്റ്റേഴ്സിൽ അല്ലെങ്കിൽ ഹ്യൂമൻ അല്ലാത്ത ആളുകളിൽ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതിന് ശേഷം പറയുകയാണെങ്കിൽ നമ്മുടെ ജിയ എന്ന് പറഞ്ഞുള്ള ആ കുട്ടിയുടെ ക്യാരക്ടർ എല്ലാവർക്കും അറിയാം. അത് വേറൊരു സ്ഥലത്ത് ഉള്ളതാണ്. അവിടുന്ന് ഈ നമ്മുടെ ഡോക്ടറിന് കിട്ടിയതാണ്, അത് നായിക്ക് കിട്ടിയതാണ്. അപ്പൊ അവരുടെ ആ ഒരു കുറച്ച് സീക്രട്സ് ഇതില് വെളിപ്പെടുത്തുന്നുണ്ട്. അത് അവര് ശരിക്കും എവിടെയാണ് ആളുടെ സ്ഥലം, അവരുടെ ഹോം എവിടെയാണ് വരുന്നത് എന്നുള്ള സംഭവങ്ങളും അവിടുത്തെ കുറച്ച് സീക്രട്സും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ അതിമനോഹരമായിട്ടുണ്ട്. ആ സ്ഥലങ്ങളും ആ ഒരു പുതിയ വേൾഡ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കണമെന്നൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. ഇവിടുത്തെ VFXും സംഭവങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. വിഷ്വലി ഭയങ്കര കണ്ണിന് കുളിർമയുള്ള കുറെ സീൻസ് ഉണ്ടായിരുന്നു. അവരുടെ ഒരു ടെലിപ്പതി വെച്ചാണല്ലോ ഇവിടെ സംസാരം കാര്യങ്ങൾ പോകുന്നതും, അങ്ങനത്തെ കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സ്പോയിലർ ആയിട്ട് പോകും. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. സോ ആ ക്യാരക്ടർ നൈസായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു കുറെ കാര്യങ്ങൾ റിവീൽ ചെയ്തതും ഭയങ്കര മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടത് ബെർണി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ, നമ്മുടെ ആ കോമഡി ക്യാരക്ടർ, ബെർണി ഹാലോയിനോ അങ്ങനെ എന്തോ ക്യാരക്ടറിന്റെ പേര്. പുള്ളി പുള്ളി അടിപൊളിയായിട്ടുണ്ട്. ഒരു ത്രൂ ഔട്ട് ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു. കുറെ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ തമാശകളാണെങ്കിൽ പോലും പുള്ളിന്റെ എക്സ്പ്രഷൻ വൈസ് പുള്ളി ചെയ്യുന്ന ചില മാനറിസങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ചിരിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. നല്ല നല്ല രസമുണ്ടായിരുന്നു. അയാൾ ചെയ്തിട്ടുള്ള എല്ലാ സ്ഥലവും ഒരു രസകരമായിട്ട് കോമഡിക്ക് വേണ്ടി ചെയ്യുന്നതാണെങ്കിലും, അതല്ലാതെ പുള്ളി ഒരു ചില കാര്യങ്ങളൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അങ്ങനത്തെ ഫീൽ കുറെ സ്ഥലങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്രെയിലറോ എന്താ നല്ല പേര്, അത് നായകന്റെ സ്ഥാനത്ത് വരുന്ന പുള്ളിക്കാരൻ പുള്ളിക്കാരൻ മറ്റേ ഈ കോങ്ങിന്റെ എന്താ പറയാ ഡോക്ടറായിട്ട് വരുന്ന കുറെ സംഭവങ്ങളുണ്ട്. അത് എല്ലാവർക്കും അറിയാലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങൾക്ക് സ്പോയിലർ ആയി പോകും, അതുകൊണ്ടാണ് പറയാത്തത്. ആ സമയത്ത് പുള്ളിന്റെ ഒരു
ചില ആറ്റിറ്റ്യൂഡും ഇങ്ങനെ ചാടി ചാടി നിൽക്കുന്ന ചില ഒരു വൈബിൽ ഇങ്ങനെ നിൽക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ മൊത്തത്തിൽ ഒരു ഗംഭീര സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പൊതുവെ ഈ ഗോഡ്സില്ല ആണെങ്കിലും കോങ് ഒക്കെ ആണെങ്കിലും ഇത്തരം ഈ ഒരു ഫ്രാഞ്ചൈസിൽ വരുന്ന മിക്ക സിനിമകളും അറിയാം, കഴിഞ്ഞ വർഷം എടുത്ത് നോക്കി കഴിഞ്ഞാലും ഹ്യൂമൻസുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻസ് വളരെ കുറവായിരിക്കും. മോൺസ്റ്റേഴ്സിന് ഇവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ടുള്ള ചില മിസ്റ്റേക്സ് എനിക്ക് കുറച്ച് ഭാഗങ്ങളിൽ ഇങ്ങനെ ഫീൽ ചെയ്തു. മിസ്റ്റേക്സ് എന്ന് പറയാൻ പറ്റില്ല, അതായത് ഈ മോൺസ്റ്റേഴ്സിന്റെ യഥാർത്ഥ വലുപ്പം ഇത് ഭയങ്കരമായ സംഭവമാണെന്ന് ഫീൽ ചെയ്യണമെങ്കിൽ ഹ്യൂമനുമായിട്ടുള്ള കാണിക്കും, മനുഷ്യന്മാരായിട്ടുള്ള സംഭവങ്ങൾ കാണിക്കുമ്പോഴാണ് ഇത് എത്രമാത്രം വലിയ സംഭവമാണ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. സോ അതല്ലാതെ കുറേ സ്ഥലങ്ങളിൽ ഈ ഒരു മോൺസ്റ്റേഴ്സ് മാത്രമായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു വലുപ്പം ചില സ്ഥലങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നില്ല. അത് ഗോഡ്സിലേക്ക് വരുമ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, പല്ലിയും കുരങ്ങനും തമ്മിലുള്ള ചില അങ്ങനത്തെ ഒരു ഇതിലേക്ക് മാറിപ്പോകുന്നു പല സ്ഥലങ്ങളിലും. അപ്പോ പല സ്ഥലങ്ങളും വളരെ കുറവാണ്. അത് ചില സ്ഥലങ്ങൾ നമുക്കത് കറക്റ്റ് ആയിട്ട് നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഇതെന്ത് രണ്ട് പല്ലികൾ തമ്മിൽ തല്ലുകൊടുന്ന പോലെ ഒരു ഫീലിലേക്ക് ചില സ്ഥലങ്ങളിൽ മാത്രം, പറഞ്ഞ പോലെ വളരെ കുറവേ ഉള്ളൂ, പക്ഷെ ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഇതൊരു ഗംഭീരമായ പരിപാടിയാണ്. അത് ഇപ്പൊ ഗോഡ്സില്ല എന്ന് പറയുന്നത് കംപ്ലീറ്റ് പവർ, ഫുൾ പവറാണ്, ഒന്ന് നിരത്തി പോവുക എന്നുള്ള രീതിയിലാണ്. പക്ഷെ കോങ്ങിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഇമോഷണലി അത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ സ്കാർക്കിങ്ങിന്റെ സ്ഥലത്ത് പോകുന്ന സ്ഥലങ്ങളാണെങ്കിലും ഈ മിനി കോങ്ങോ ആയിട്ടുള്ള ചില സംഭവങ്ങളാണെങ്കിലും കോങ്ങിന്റെ മുഖത്ത് വരുന്ന ചില സ്മൈലും കോങ്ങിന്റെ മുഖത്ത് വരുന്ന ചില ഇമോഷൻസും ഇപ്പൊ ജി ആയിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അതൊക്കെ നമുക്ക് ആ ഒരു ഇമോഷൻ കുറച്ചുകൂടെ കണക്ട് ആവുന്നുണ്ട്. അത് കോങ്ങുമായിട്ട് പോകുമ്പോൾ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ട്. ഗോഡ്സില്ലയിലേക്ക് അങ്ങനെ ഇമോഷണൽ ആയിട്ടൊന്നും യാതൊരു ബന്ധമില്ല. പുള്ളി വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ അടിച്ച് പൊളിച്ച് നിരത്തി പോകുന്ന ഒരു പരിപാടിയാണ്. ആൻഡ് ഇവർ രണ്ടുപേരും കൂടെ തമ്മിൽ ആ ഒരു ടുഗദർനെസ് ജോയിൻ ചെയ്തുള്ള ഒരു ഫൈറ്റ്, അതും ഭയങ്കരമായ ഫൈറ്റാണ്. അതൊരു വമ്പൻ ഫൈറ്റാണ് നടക്കുന്നത്. അതും നല്ല രസമുണ്ട് കാണാൻ. ആകെ ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക, ഇതിലുള്ള ബിൽഡിംഗ് ആ ലോകം മുഴുവൻ അടിച്ച് തകർത്തിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ പരിപാടിയാണ്. സോ ചില ആളുകൾ പറയുന്നത് കേട്ടു ഇത് എന്ത് പടമാണ്, ഇത് ലാഗ് അടിക്കും എന്നൊക്കെ പറയുന്നതായിട്ട് ഞാൻ എന്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നു. അത് ഒരു ബന്ധമില്ലാത്ത, ഈ ഫ്രാഞ്ചൈസിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാതെ വെറുതെ പോയിട്ട് നിങ്ങൾ ഗോഡ്സില്ലയും കോങ്ങും തമ്മിലുള്ള പടം കാണാൻ പോയിട്ട് ഇത് വെറും അടിയാണ്, അടിയോടടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് മണ്ടത്തരാണ് എന്നാണ് പറയാനുള്ളത്. സോ അങ്ങനെ ആരും പോകരുത്. ഗോഡ്സില്ലയും കോങ്ങും വരുമ്പോൾ പിന്നെ രണ്ടുപേരും കൂടെ സംസാരിച്ച് ഹായ് എടാ എന്താണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. പ്രണയവും കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല, അടിയോടടി അത് തന്നെയാണ് പടം. സോ അതന്നെ പ്രതീക്ഷിച്ചു പോവുക. അങ്ങനെയാണ് അങ്ങനത്തെ ആളുകളോട് പറയാനുള്ളത്. അല്ലാത്ത പക്ഷം എന്നെ സംബന്ധിച്ച് ഇതൊരു നല്ല കിടിലൻ ഒരു പരിപാടിയായിരുന്നു. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. അത് മൊബൈലിൽ കണ്ടാൽ ഒരിക്കലും ഒരു ഫീൽ കിട്ടില്ല. കാരണം ആ പൊളിച്ചടുക്കലിന്റെ ഒരു മ്യൂസിക് വൈസ് ആണെങ്കിലും അല്ലാത്ത പക്ഷമാണെങ്കിലും പിന്നെ വിഷ്വലി ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് പുതിയ പുതിയ ലോകങ്ങൾ ഇങ്ങനെ തുറന്ന് കാണിക്കുന്ന കുറേ സീൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോഴേ വിഷ്വലി നമുക്കത് ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്യുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും കണ്ട ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.